ഇന്ന് ഞാനിവിടെ ഹിന്ദിക്കാരെങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം അത് എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരി എടുത്തതിന് ശേഷമാണ് കറി വെക്കുന്നത്. ഇനി ആ എണ്ണയിലേക്ക് തന്നെ കുറേ കൂടെ എണ്ണ തട്ടിയിട്ടുണ്ട്. ഇവർ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ കുറച്ചേറെ എണ്ണ ഉപയോഗിക്കാറുണ്ട്. ആ എണ്ണയിലേക്ക് അവർ മസാലകളൊക്കെ ചേർത്തെന്ന് വെച്ചാൽ കറുവാപ്പട്ട, പിന്നെ ഗ്രാമ്പു, ഏലക്ക, അതോടൊപ്പം ജീരകം ചേർത്ത് കസ്തൂരി മേത്തി ചേർത്ത് അത് കഴിഞ്ഞ് അവരത് ചേർത്ത് വെക്കുന്നത് നമ്മൾ ഉള്ളിയൊക്കെ വറുത്ത് അരച്ചൊക്കെയല്ല ചേർക്കുന്നത്. ഇതിവരെ പച്ചയ്ക്ക് അരച്ചിട്ട് എണ്ണയിലിട്ട് ഇതുപോലെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇനി ഇതിവർ നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് ചേർത്ത് നല്ലവണ്ണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ബാക്കി മസാല കൂടി ചേർക്കും. പൊടികളൊക്കെ എന്ന് വെച്ചാൽ ചേർത്തെടുക്കത്തുള്ളൂ. നമ്മൾ ഉള്ളിയൊക്കെ വറുത്തരച്ചൊക്കെയല്ല ചേർക്കുന്നത്, ഇവർ പച്ചക്കാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ മാത്രം ചേർത്ത് ഇവരിതൊന്ന് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കും. ഈ പൊടികളെല്ലാം ഒന്ന് നല്ലവണ്ണം ഫ്രൈ കിട്ടുന്നവരെ ഈ ഒരു ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഇളക്കി കൊടുത്ത് അതിൽ ഞാൻ എപ്പോഴും പറയില്ലേ, കുറേശ്ശെ വെള്ളം ഇവർ ചേർക്കത്തുള്ളൂ. നമ്മൾ മലയാളികൾ ചേർക്കുന്ന പോലെ ഒന്നിച്ച് വെള്ളം ചേർത്ത് കൊടുക്കത്തില്ല. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇപ്പം ഈ ചേർത്തത് ഗരം മസാലയാണ്. ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചത് അവർ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ല സോഫ്റ്റ് ആകുന്നവരെ പിന്നെ ഇവർ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കും. പിന്നെ ഇവർ ഈ ചിക്കൻ കറിക്കകത്ത് കടുക് ഇടത്തില്ല, കറിവേപ്പില ഇടത്തില്ല, ഇതൊന്നും അവരിടത്തില്ല. പിന്നെ ഇടുന്നത് ജീരകമാണ്. ജീരകം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല ജീരകം ഇട്ടിട്ടുണ്ടോ എന്നുള്ളത്. ഈ ചേർത്തത് ചിക്കൻ മസാലയാണ്. എല്ലാ ചേരുവകളും ചേർത്ത് കഴിഞ്ഞു. ഇനി മല്ലിയില മാത്രമേ ഉള്ളൂ. ഇതുപോലെ എണ്ണ തെളിഞ്ഞതിന് ശേഷം ഇനി ഇത് മല്ലിയില കൂടി ചേർത്തു. ഇനിയും കുറച്ചുകൂടി വെള്ളം ഒഴിക്കും അവർ. ഇതുപോലെ കുറച്ച് വെള്ളം മാത്രമേ അവർ ഒഴിക്കത്തുള്ളൂ. ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ഫ്രൈ ആയി കിട്ടിക്കഴിയുമ്പം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കും. ഇതുപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ അവരിതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. ഇനി കുറേ കൂടെ വെള്ളം ഒഴിക്കും ചിലവർ. കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഇനി ഇതൊന്ന് നല്ലവണ്ണം തിളച്ചതിന് ശേഷം ചിക്കനിട്ട് വേവിച്ചെടുക്കുക മാത്രമേ ഉള്ളൂ. കഴിഞ്ഞിതോടെ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഓക്കെ.